സ്വലാത്ത് ചോദിച്ചോ? ഒരു തവണ സ്വലാത്ത് ചോദിച്ചാൽ അല്ലാഹു നമുക്ക് 10 പുണ്യം ഓഫർ ചെയ്തിട്ടുള്ള സൽക്കർമ്മമാണ് സ്വലാത്ത്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് വഫാത്തായ കാര്യമല്ല പറയുന്നത്, ജീവിച്ചിരിക്കുന്ന കാലത്തതാ ആ മദീനത്തെ പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു ഉമ്മയുണ്ടായിരുന്നു. ശരിക്ക് ചിന്തിക്കണം എന്റെ പ്രിയമുള്ളവർ, നിഷ്പക്ഷ മനസ്സോടെ നിങ്ങൾ പഠിക്കണം. മദീന പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു സഹാബ ഉമ്മയുണ്ടായിരുന്നു. ഒരു ദിവസം മദീനത്തെ പള്ളിയിലേക്ക് കയറി ചെന്നപ്പോൾ ആ അടിച്ചു തെളിച്ച് വൃത്തിയാക്കുന്ന ഉമ്മയെ നബി തങ്ങൾ കാണുന്നില്ല. അവരെ കുറിച്ച് അന്വേഷിക്കുന്നു, എവിടെ പോയി അവരെന്ന് നബി തങ്ങൾ അന്വേഷിക്കുകയാണ്. സഹാബത്ത് പറഞ്ഞു, നബിയേ, അവരിന്നലെ വഫാത്തായി പോയി, അവര് മരണപ്പെട്ടിരിക്കുന്നു നബിയേ. അത് പറയുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാതിൽ ഈ വാർത്ത എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിട്ടുണ്ട്, ജനാസ കുളിപ്പിച്ചിട്ടുണ്ട്, അവരതാ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, ഖബറടക്കം പോലും കഴിഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ അറിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇത് കേട്ടപ്പോ വിഷമമായി. നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് അറിയിച്ചില്ല? നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ കാര്യം എന്നെ അറിയിച്ചില്ല എന്ന് നബി തങ്ങൾ സ്വഹാബിമാരോട് പരിഭവം പറയുകയായി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവട്ടെ, വന്നതൊക്കെ വന്നു, നിങ്ങൾ എന്നോട് പറയാത്തതിന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരുടെ ഖബറൊന്ന് കാണിച്ചു തരാമോ? ആ മഹദിയായ ഉമ്മയുടെ ഖബർ കാണിച്ചു കൊടുക്കുന്നു. നബി തങ്ങളതാ പുതുമണ്ണുള്ള ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ജനാസ നിസ്കരിക്കുന്നു. എന്നിട്ട് പറയുന്നു, അതേ ഖബറുകളെല്ലാം ഇരുളാർന്ന് കിടക്കുകയാണ്. ഇരുൾ കൊണ്ട് മൂടിക്കിടക്കുന്ന ഖബറുകളിൽ അതാ എന്റെ നിസ്കാരം മുഖേന അല്ലാഹു ലൈറ്റ് നൽകുന്നു, പ്രകാശം ചൊരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനത്തെ പള്ളി വൃത്തിയാക്കിയിരുന്ന ഉമ്മക്കുള്ള മഹത്വമാണ് അതിലൂടെ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. മനസ്സിലാക്കണം. അതേ, ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ, മദീനത്ത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് തന്നെ നടന്നിട്ടുള്ള മരണമറിഞ്ഞില്ല, സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല. എന്തേ? അതറിയാൻ നബി തങ്ങളോട് ആരും പോയി പറഞ്ഞില്ല. ഒന്നുകിൽ അള്ള വഴി കൊടുക്കണം, അതല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ പോയി പറയണം. ഇത് രണ്ടും ഉണ്ടായില്ല. എന്നാലോ വലിയ ഒരു അത്ഭുതം കേൾക്കണോ നിങ്ങൾക്ക്? അതേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലുണ്ടായിരുന്ന സമയത്ത് എത്രയോ ദിവസങ്ങളോളം മാസങ്ങളോളം സഞ്ചരിക്കാൻ വഴിദൂരമുള്ള അങ്ങ് എത്യോപ്യ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് അവിടെ ഭരിച്ചിരുന്ന നജാശി എന്ന് പറയുന്ന രാജാവ് മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയതാ സ്വഹാബിമാരോട് പറയുന്നു. നിങ്ങളുടെ സഹോദരൻ നജാശി നമ്മുടേതല്ലാത്തവര് നാട്ടിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. അവിടെ അദ്ദേഹത്തിന്റെ ജനാസ നിസ്കരിക്കാൻ ആളില്ലല്ലോ, അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ വെച്ച് ജനാസ നിസ്കരിക്കുന്നു. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ട് മദീനയിലുള്ള മരണം അറിയാതെ പോകുന്നു. എത്രയോ ദൂരത്തുള്ള മരണം ഹബീബ് അറിയുന്നു. അതെങ്ങനെയാ അറിഞ്ഞത്? അന്ന് ഇമെയിൽ സൗകര്യമുണ്ടോ? നെറ്റ് സൗകര്യമുണ്ടോ? ഫോണുണ്ടോ? മറ്റേതെങ്കിലും സംവിധാനമുണ്ടോ? ഇല്ല. അതല്ല അറിയിച്ചു കൊടുത്തു. ഒന്ന് അല്ല അറിയിച്ചു കൊടുത്തപ്പോൾ അറിഞ്ഞു, അറിയിച്ചു കൊടുക്കാത്തത് അടുത്തായിട്ട് പോലും അറിഞ്ഞില്ല. അതാണ് മഹാന്മാരുടെ പോലും സ്ഥിതി, പ്രവാചകന്മാരുടെ പോലും സ്ഥിതി. ആ പ്രവാചകരിൽ പ്രമുഖനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കുട്ടികൾ ഇല്ലാത്തത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ അത് ഇഷ്ടപ്പെട്ടില്ല. ആ കുട്ടികളോട് അത് എതിർക്കുകയാണ്. ഇതാണ് നമ്മൾ പറയുന്നത്, മൗലീദ് എന്ന പേരിൽ നിങ്ങൾ അതാ മഹാന്മാരുടെ പേരിൽ ഇല്ലാത്ത കഥകളല്ലേ പ്രചരിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ വരെ കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നു. ഉമർ ഖത്താബിന്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും ഹസനിന്റെയും ഹുസൈനിന്റെയും റളിയല്ലാഹു അൻഹുമാ ഇവരുടെയൊക്കെ പേരിൽ ആ കെട്ടുകഥകൾ എഴുതി ഉണ്ടാക്കുന്നു.
എന്നിട്ടതാ പുസ്തകങ്ങൾ അച്ചടിച്ച് വിട്ടുകൊണ്ട് ജനങ്ങളെ കൊണ്ട് ചൊല്ലിക്കുന്നു. ഓ പ്രിയമുള്ള മുസ്ലിമേ, ഈ അർത്ഥത്തിലുള്ള ഒരു മൗലിദ് മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് മുജാഹിദേ, നിങ്ങൾ മൗലീദിനെ എതിർത്തിട്ട് കാര്യമില്ല. ഖുർആനിൽ മുഴുവനും 25 നബിമാരുടെ മൗലിദാണെന്ന് പറഞ്ഞാൽ അത് തനി വഞ്ചനയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ ഉണർത്തുന്നു. പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ നബിയെ വിളിച്ചുകൊണ്ടുള്ള തേട്ടവും നമുക്ക് കാണാനാവില്ലല്ലോ. അതേ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ രചിക്കപ്പെട്ടിട്ടുള്ള ബുർദ ബൈത്തിലൂടെ, ബുർദ എന്ന് പറയുന്ന കാവ്യശേഖരത്തിലൂടെ ഹബീബിനെ വിളിച്ചുകൊണ്ട് എന്താ പറയുന്നത്? യാ അക്റമൽ ഖൽഖി മാലി മൻ നലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്ന നബിയേ, അങ്ങയോടിതാ എനിക്ക് അങ്ങയോടല്ലാതെ കാവൽ ചോദിക്കാനില്ല. എനിക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുമിഞ്ഞുകൂടുമ്പോൾ എനിക്ക് കാവൽ ചോദിക്കാനും അഭയം തേടാനും അങ്ങയല്ലാതെ ഇല്ല. മങ്കൂസ് മൗലിദിലേക്ക് കടന്നു നോക്കിയാലും ഇത് തന്നെയാണ് സ്ഥിതി. യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജൂ ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ വൽളുൽമി വൽളുഅഫി ശദീദി ഫാസിദി. നേതാക്കന്മാരുടെ നേതാവായ നബിയെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള മൗലിദ് കിതാബിൽ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു പറയാണ്, നേതാക്കന്മാരുടെ നേതാവേ, ഞാൻ അങ്ങേ ലക്ഷ്യം വെച്ചുകൊണ്ടിതാ എന്റെ കാര്യം ചോദിക്കുന്നു. എന്നെ വെറുതെ മടക്കല്ല നബിയേ. എനിക്കെന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എനിക്കെന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, എനിക്കെന്തൊക്കെ വിഷമങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ നബിയേ. അതല്ലേ ആളുകളെ വിളിച്ചുകൂട്ടിയിട്ടുള്ള മൈതാനങ്ങളിൽ വെച്ച് തങ്ങൾ ഞങ്ങളെ കാണുന്നില്ലേ, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ലേ, ഞങ്ങളുടെ മനസ്സറിയുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് തങ്ങളെ എന്ന് പറഞ്ഞു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓ പ്രിയപ്പെട്ട ജനങ്ങളെ, ഇതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും? ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അങ്ങനെ പഠിപ്പിച്ചു തന്നോ? അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ മൗലിദിനെ എതിർക്കുന്നത് ആർക്കെങ്കിലും അത് മുഖേന ഭക്ഷണം കിട്ടുന്നത് തടയാനല്ല, ആർക്കെങ്കിലും അത് മുഖേന കാശ് കിട്ടുന്നത് മുടക്കം വരുത്താനുമല്ല. അത് ചൊല്ലിപ്പോകുന്ന മനുഷ്യന്മാര് വലിയ അന്ധവിശ്വാസത്തിലേക്കും അപകടത്തിലേക്കുമാണ് പോകുന്നത്. അതവരുടെ പരലോകം നശിപ്പിക്കും, അതവർക്ക് സ്വർഗം കിട്ടേണ്ടതിന് പകരം നരകത്തിലെത്തിക്കും. അതുകൊണ്ട് അരുത് മക്കളെ, ആ നിലക്കുള്ള ഗദ്യപദ്യങ്ങൾ നിങ്ങൾ പാരായണം ചെയ്യല്ല എന്ന് സ്നേഹത്തോടെ പറയുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന സതുദ്ദേശം കൊണ്ട് മാത്രമാണ്. ഇതെന്റെ സഹോദരൻ മനസ്സിലാക്കണം. അതല്ലാതെ മഹാന്മാരോട് വെറുപ്പുണ്ടായിട്ടോ മഹാന്മാരോട് എതിർപ്പുണ്ടായിട്ടോ അല്ല. അങ്ങനെയാണ് സലഫികളെ കുറിച്ച് എല്ലാ സ്ഥലങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കുന്നത്. അവർക്കിതൊന്നും ഇഷ്ടല്ല. ഒരു മഹാന്മാരെ തള്ളും, മഹാന്മാരോട് വിളിച്ച് തേടൂല, സങ്കടം പറയൂല. ഈ നിലക്കൊക്കെ ചെയ്താലേ അവരെ സ്നേഹിക്കലാകൂ, അവരെ ഇഷ്ടപ്പെടലാകൂ എന്നാണ്. വാസ്തവത്തിൽ പ്രിയമുള്ളവരെ, മഹാന്മാരായ ആളുകളൊക്കെ ജീവിച്ച വഴിയിൽ നീ ഞങ്ങളെ ജീവിപ്പിക്കണേ എന്ന് തേടുന്നവരല്ലേ ഞാനും നിങ്ങളും കൈകെട്ടി നിസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ നേരായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. എന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്? ഏതാ നേരായ വഴി? ഏതാണ് നേരായ വഴി? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴി. അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവരാരാണ്? അമ്പിയാക്കളും ശുഹദാക്കളും സിദ്ദീഖീങ്ങളും സാലിഹീങ്ങളും അടങ്ങുന്ന വലിയ നിര. ആ മഹാത്മാക്കര് ജീവിച്ച വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണം. പിന്നെ നമ്മൾ അല്ലാഹുവിനോട് പറയുന്നു, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അല്ലാഹുവിന്റെ കോപത്തിന് വിധേയരായവരുടെ വഴിയിൽ പെടുത്തരുതേ.
പിഴച്ചുപോയവരുടെ വഴിയിലും പെടുത്തല്ല റബ്ബേ. അതേ സത്യം മനസ്സിലായിട്ടും ആ സത്യത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയി യഹൂദികളും നസറാനികളും ഒക്കെ പിഴച്ചുപോയി. അതുകൊണ്ട് അങ്ങനെ പിഴച്ചുപോയി അള്ളാന്റെ കോപത്തിന് വിധേയരായവരുടെ മാർഗത്തിൽ പെടുത്താതെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ള മഹാന്മാരുടെ വഴിയിൽ നീ ഞങ്ങളെ ചേർത്ത് തരണേ അല്ലാ. ഇതും പറഞ്ഞിട്ടല്ലേ നമ്മൾ ആമീൻ എന്ന് നിസ്കാരത്തിലതാ ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ പ്രിയമുള്ളവരെ നമുക്ക് ആത്മാർത്ഥതയുണ്ടോ? എങ്കിലെന്താ വേണ്ടത്? അല്ലാഹ് അനുഗ്രഹിച്ചവരുടെ വഴിയിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം. ഒരു നബിയും അല്ലാഹുവിനോടല്ലാതെ തേടിയിട്ടില്ല. ഒരു പ്രവാചകനും റബ്ബിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. അതേ പ്രയാസങ്ങൾ വന്നപ്പോ, ബുദ്ധിമുട്ടുകൾ വന്നപ്പോ, വളരെയേറെ മനസ്സ് നൊന്തപ്പോഴും ഒരൊറ്റ പ്രവാചകൻ പോലും റബ്ബിനോടല്ലാതെ വിളിച്ച് തേടിയിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ കേൾക്കുന്നില്ലേ? കാഫ് ഹാ യാ ഐൻ സ്വാദ് ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. അതേ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നു? ജീവിതത്തിലതാ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടതാ ദമ്പതികൾക്ക് ഏറ്റവും വലിയ ആശ എന്തായിരിക്കും? ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹം. അതില്ലാത്ത ദമ്പതിമാരുണ്ടാകുമോ? അതേ സക്കരിയ അലൈഹിസ്സലാമിന്റെ മനസ്സിലും ആഗ്രഹം. കാലം കുറെ ആയിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിയുന്നില്ല. ഒരു മോനോ മോളോ പിറക്കുന്നില്ല. സക്കരിയ നബിയുടെ മനസ്സിൽ വല്ലാത്ത വേദന. ഞാൻ ജനങ്ങളോട് പഠിപ്പിക്കുന്ന ഈ ആദർശം ഏറ്റെടുക്കാൻ എന്റെ തലമുറയിൽ ഞാൻ ആരെയും കാണുന്നില്ലല്ലോ റബ്ബേ. അതുകൊണ്ട് ഫഹബിലി മില്ലതുക വലിയാ, നീ എനിക്കൊരു പിൻഗാമിയെ തരണം റബ്ബേ. നിന്നോട് ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിന്നോട് ഞാൻ പ്രതീക്ഷയോടെ ചോദിക്കുന്നു. ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ, വളരെ മനസ്സറിഞ്ഞ് സ്വകാര്യമായി രഹസ്യമായി അല്ലാഹുവിനോട് മഹാനവറുകൾ കുഞ്ഞിനെ ചോദിക്കുന്നു. പടച്ച റബ്ബദാ ഉത്തരം കൊടുക്കുന്നു. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയാ. ഓ സക്കരിയ, വിഷമിക്കണ്ട, ഞാൻ നിനക്കിതാ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഒരാൺകുഞ്ഞിനെ തരാം. ആ കുഞ്ഞിന്റെ പേരുമടക്കം പറഞ്ഞു കൊടുക്കുന്നു, യഹ്യാ അലൈഹിസ്സലാം. നമ്മുടെ മുൻഗാമികളുടെ പാത അതാണ്. ഞാനും നിങ്ങളും അല്ലാഹുവിനോട് തേടുന്ന മുസ്തഖീമായ സിറാത്ത് അതാണ്. കുഞ്ഞില്ലെങ്കിൽ ആരോട് തേടണം? കുഞ്ഞില്ലെങ്കിൽ ആരോട് തേടണം? മക്ബറയിൽ പോയി തേടണോ? കറാമത്തുണ്ടെന്ന് പറയപ്പെടുന്നവരുടെ ഖബറിടങ്ങളിൽ പോയി കുഞ്ഞിനു വേണ്ടി യാചിക്കണോ? അവിടെ തൊട്ടില് കെട്ടണോ? അവിടെ കുഞ്ഞിന്റെ രൂപം നേർച്ച കൊടുക്കണോ? എന്താണ് വേണ്ടത്? കുഞ്ഞില്ലെങ്കിൽ അതാണ് നമ്മുടെ നേതാവ് സക്കരിയ അലൈഹിസ്സലാം കാണിച്ചു തരുന്നത്. അതേ ഇബ്രാഹിം അലൈഹിസ്സലാമും അതുപോലെ തന്നെ കുഞ്ഞില്ലാതെ വിഷമിച്ച പ്രവാചകനല്ലേ. റബ്ബി ഹബിലി, റബ്ബേ നീ എനിക്ക് ഓശാരമായി തരണം, നീ എനിക്ക് പ്രദാനം ചെയ്യണേ. മില്ലതും കദുരിയതൻ തയ്യിബ, നല്ലവരായ വിശിഷ്ടങ്ങളായ മക്കളെ തരണേ. സക്കരിയ നബിയും പ്രാർത്ഥിച്ചില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പ്രാർത്ഥിച്ചില്ലേ?
അവര് നടന്ന വഴിയിലൂടെ നടക്കുന്നവരാ മുജാഹിദുകൾ, സലഫികൾ. അതേ അവസരത്തിൽ ഞങ്ങളാണ് ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെന്ന് പറയുന്ന ആളുകളോ കുഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? സക്കരിയ നബി തേടിയ റബ്ബിനോടാണോ തേടുന്നത്? ഇബ്രാഹിം നബി തേടിയ റബ്ബിനോടാണോ തേടുന്നത്? അല്ല. ഇതാ ഇന്നലെ ഇറങ്ങിയ പത്രം കണ്ടില്ലേ? 2013 മാർച്ച് 30 ശനിയാഴ്ച ഇറങ്ങിയിട്ടുള്ള ഉത്തരദേശം ഡെയിലി എന്ന് പറയുന്ന പത്രത്തിൽ നിന്ന് ഒരു മക്ബറയെ കുറിച്ച് അതേ കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേകമായ ഫീച്ചറുണ്ട്, സപ്ലിമെന്റ് ഉണ്ട്. ഒരു മഖാമുറൂസ. ആ മഖാമുറൂസിനെ പറ്റി ഇതിൽ പറയുന്നത് കേട്ടോ. ഇവിടേക്കതാ ചക്കരച്ചോറ് നേർച്ചയാക്കും. ഇവിടേക്കുള്ള നേർച്ച എന്താണ്? ചക്കരച്ചോറാണ്. അതുപോലെ തന്നെ ആഴ്ചതോറും കോഴിയെ നേർച്ചയാക്കും. മുസ്ലിമേ പറയൂ, ഇസ്ലാമിൽ എവിടെയാ ഒരു മക്ബറയിലേക്ക് കോഴിനെ നേരൽ, ഒരു മക്ബറയിലേക്ക് ചോറ് നേരൽ എവിടെയാ ഉള്ളത്? മുജാഹിദേ, നീ പഴച്ചവനാണെന്ന് പറയുന്നതിന്റെ മുമ്പ് ജനങ്ങളെ ഒന്ന് മനസ്സിരുത്തിക്കൊണ്ട്, ഒന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കൂ. നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ? മുസ്തഖീമായ റൂട്ടിലൂടെയാണോ നമ്മൾ പോകുന്നത്? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തോ ശേഷമുള്ള അതാ സ്വഹാബിമാരുടെ കാലത്തോ ഏത് ജാറത്തിലേക്ക്, ഏത് ഖബറിലേക്കാണ് അവർ നേർച്ച നേർന്നത്? ഏത് ഖബറിലേക്കാണ് ചോറ് വെച്ച് കൊണ്ടുപോയത്? ഏത് ഖബറിലേക്കാണ് കോഴിയെ കൊണ്ടുപോയത്? ഏത് ഖബറിലേക്കാണ് ആടിനെ നേർച്ചയാക്കിയത്? ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹ് അവരുടെ റൂട്ടിൽ നീ ഞങ്ങളെ ചേർക്കണേ എന്നല്ലേ? മറിച്ച് എന്താ ഇവിടെ പറയുന്നത്? കുട്ടികളില്ലാത്തവർ കേട്ടോ, കുട്ടികളില്ലാത്തവർ ഇവിടത്തേക്ക് തൊട്ടിലും കുഞ്ഞും നേർച്ച വെക്കാറുണ്ട്. ഇന്നലെ ഇറങ്ങിയ പത്രത്തിൽ നിന്നാ ഞാൻ വായിക്കുന്നത്. നിങ്ങളുടെ പ്രദേശത്തുള്ള ഒരു മഖാമിന്റെ ഉറൂസിനെ കുറിച്ചായി പറയുന്നത്. കുട്ടികളില്ലാത്തവർ ഇവിടത്തേക്ക് എന്താ നേർച്ച കൊടുക്കുന്നത്? ഒരു തൊട്ടിലും ആ തൊട്ടിൽ ഒരു കുഞ്ഞിന്റെ രൂപവും ഉണ്ടാക്കിയിട്ട് ഈ മഖാമിലേക്ക് നേർച്ച കൊടുക്കുന്നു. ഇനിയും കേട്ടോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് പെൺകുഞ്ഞ് ജനിക്കാത്തതിന്റെ പേരിൽ ഒരു പെൺകുഞ്ഞ് ഇല്ലാതെ അയാൾ വിഷമിക്കുകയായിരുന്നു പോലും അയാൾ ഇവിടത്തേക്ക് 5000-ഓളം ഉണ്ണിയപ്പം നേർച്ചയാക്കിയപ്പോൾ ആ കാര്യം സാധിക്കുകയും ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ നോമ്പ് 23-ന് 5000-ഓളം ഉണ്ണിയപ്പവുമായി കോട്ടിക്കുളത്തുകാരി എത്താറുണ്ട്. ഏത് രോഗത്തിനും ഈ ദർഗയിൽ വന്ന് സങ്കടം പറഞ്ഞാൽ സുഖം പ്രാപിക്കാത്തവരില്ല. പ്രിയപ്പെട്ട മുസ്ലിമേ, മുജാഹിദേ, നീ പഴച്ചവനാണെന്ന് പറയുന്ന എന്റെ ശബ്ദം എവിടെ വെച്ചെങ്കിലും കേൾക്കുന്ന പ്രിയമുള്ളവരെ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കൂ. ആരാണ് നമ്മുടെ മുൻഗാമികളിൽ ഈ പണി ചെയ്തിട്ടുള്ളത്? മഹാന്മാരായ പ്രവാചകന്മാർക്ക് ഈ പതിവുണ്ടോ? അവരിങ്ങനെ നേർച്ച ചെയ്തോ? അവരിങ്ങനെ ഉദ്ദിഷ്ട കാര്യത്തിന് മക്ബറകളിൽ പോയോ? മക്ബറകളിലേക്ക് നേർച്ച കൊടുത്തോ? മക്ബറകളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടതാ വാസ്തവത്തിൽ പുത്തൻവാദികൾ ആരാണെന്നോ, അല്ലാഹുവിന്റെ റസൂലിനും സഹാബത്തിനും അമ്പിയാക്കൾക്കുമെന്നും പരിചയമില്ലാത്ത പുതിയ വിശ്വാസങ്ങളും പുതിയ ആചാരങ്ങളും പുതിയ സമ്പ്രദായങ്ങളും ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവന്നവരല്ലേ വാസ്തവത്തിൽ പുത്തൻവാദികളെന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപെങ്ങന്മാർ, സഹോദരീ സഹോദരന്മാർ ചിന്തിക്കണേ. വളരെ വിനയത്തോടെ ആവശ്യപ്പെടുന്നു, ചിന്തിക്കണം നമ്മൾ. എന്നിട്ട് ഇവരാണ് പറയുന്നത് മുജാഹിദുകൾ പഴച്ചുപോയി, മുജാഹിദുകൾ പഴച്ചുപോയി. ആരാണ് ശരിയായ മാർഗത്തിലുള്ളത്? ആരാണ് പുതിയത് ഇവിടെ പറയുന്നത്? മുജാഹിദുകൾ എന്താണ് ഇവിടെ പുതിയത് പറഞ്ഞത്? എന്തൊരു വാദമാണ് ഇവിടെ സലഫികൾ പുതിയത് കൊണ്ടുവന്നത്? അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അല്ലാഹുവിന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ, അല്ലാഹുവിന് വേണ്ടി മാത്രമേ ബലിയർപ്പിക്കാവൂ എന്ന് പറഞ്ഞതാണോ പുത്തൻവാദം? എങ്കിൽ പ്രവാചകന്മാരൊക്കെ അതാണ് പഠിപ്പിച്ചത്. അതേ അവസരത്തിൽ കുഞ്ഞില്ലെങ്കിൽ തൊട്ടിലും കുഞ്ഞിനെയും നേർച്ചയാക്കുക, ഉണ്ണിയപ്പം ആയിരക്കണക്കിന് നേർച്ചയാക്കുക, അപ്പക്കൊട്ടകൾ ദർഗകളിലേക്കും മഖാമുകളിലേക്കും കൊണ്ടുപോവുക, അവിടെ പോയി പ്രാർത്ഥിക്കുക, രോഗശമനത്തിന് വേണ്ടി തേടൽ. ദർഗയിൽ പോയിട്ടാണോ
വേണ്ടത്? മഹാനായ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാം വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ-ളുർറു വഅൻത അർഹമുർ റാഹിമീൻ. അർഹമുർ റാഹിമീനായ അല്ലാഹുവിങ്കലേക്കതാ തന്റെ സങ്കടം പറയുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. വിഷമം ബാധിച്ചിരിക്കുന്നു റബ്ബേ. രോഗം പിടിച്ച് കഷ്ടപ്പെട്ട നേതാവ് അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സങ്കടം പറയുന്നു. ഇവിടെയോ ദർഗയിൽ പോയി പ്രാർത്ഥിക്കുന്നു. അതെ, ഇത് ഇസ്ലാം അല്ല പ്രിയമുള്ളവരെ. എന്നാ പിന്നെ മക്ബറയിൽ പോകാൻ പാടില്ലേ? ഒരു ഖബറും പോയി കാണാൻ പാടില്ലേ? ആരും അത് പറഞ്ഞിട്ടില്ല പാടില്ലെന്ന്. ഖബർ സിയാറത്ത് എന്ന ഓമനപ്പേരിട്ടിട്ടാണ് ഈ ശിർക്കൻ കൂത്താട്ടങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ശിർക്കുകളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ സിയാറത്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വാസ്തവത്തിൽ ഒന്ന് ചിന്തിക്കൂ, സിയാറത്ത് എന്ന് പറഞ്ഞാൽ അതേ സന്ദർശനം എന്നല്ലേ അതിന്റെ അർത്ഥം? നമ്മുടെ കുടുംബത്തിൽ എന്തോ അല്ലാത്തവരായിട്ടോ ധാരാളം ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നില്ലേ, മക്ബറകളിൽ കിടക്കുന്നില്ലേ? ഇടക്കിടക്ക് ആ ഖബറുകളൊന്ന് പോയി കണ്ടുകൂടെ? അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ? അതല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന സിയാറത്ത്. അതുകൊണ്ട് നമുക്ക് രണ്ട് നേട്ടമില്ലേ പ്രിയമുള്ളവരെ? ഒന്ന്, നമ്മുടെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചുവെങ്കിൽ അല്ലാ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ പെങ്ങൾക്ക് പുറത്തു കൊടുക്കണേ, ഈ ഖബറിലുള്ള മുസ്ലിമിന് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചെങ്കിൽ ദുആ ചെയ്തതിന്റെ കൂലിയും നമുക്ക് കിട്ടി. ആ പ്രാർത്ഥന കബൂലായിട്ടുണ്ടെങ്കിൽ അതാ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് അല്ലാഹ് ശാന്തി നൽകില്ലേ? അതും മാത്രമല്ല പിന്നെയോ നമുക്ക് മരണചിന്തയുണ്ടാകില്ലേ? ഖബർ കാണുമ്പോ ഞെട്ടാത്തവരായിട്ടാരാ ഉള്ളത്? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാനാ റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് അസ്മാനാ. എത്രയെത്ര ഖബറുകൾ കുഴിച്ചത് നമ്മൾ കണ്ടു. ആ ഖബർ കാണുമ്പോ തോന്നുന്നില്ലേ? അടക്കം ചെയ്യപ്പെട്ട ഖബറുകളെ കാണുമ്പോ നമുക്ക് തോന്നുന്നില്ലേ? അതെ, ഞാൻ എന്തിനാ ഇങ്ങനെ റബ്ബിനെ ധിക്കരിച്ച് ജീവിക്കുന്നത്? എത്ര കാലമാണ് എന്റെ ജീവിതം? എത്ര കാലമാണ് പടച്ചവന് എതിരായിക്കൊണ്ട് ഞാൻ എന്റെ ഹറാമുകളിലൂടെയുള്ള ജീവിതം? പറ്റില്ലല്ലോ. ഒന്ന് മതിയാക്കണം, ഒന്ന് തിരിഞ്ഞു നോക്കണം, ഒന്ന് നന്നായി ജീവിക്കണം, ഒന്ന് പടച്ചവനെ പേടിച്ച് ജീവിച്ചാലേ ആരാരുമില്ലാത്ത ഈ മണ്ണറക്കൂട്ടിൽ വന്ന് കിടക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്ന മരണചിന്തയും പരലോകബോധവും ഉണ്ടാക്കിയെടുക്കുവാൻ ഉതകുന്ന നിലക്ക് സിയാറത്ത് ചെയ്തോ. അതല്ലേ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സിയാറത്ത്. ഈ സിയാറത്ത് ചെയ്യുന്നവരാണ് സലഫികൾ. ഇതിനെ നമ്മൾ എതിർത്തിട്ടില്ല. അതേ അവസരത്തിൽ സിയാറത്ത് എന്ന പേരിൽ നടക്കുന്നത് എന്താ? ഖബറിങ്ങൾ പോകുന്നു. മഹാന്മാരുടേതാണെങ്കിൽ ആ ഖബറതാ ഭൂമിയിൽ നിന്ന് ഒരുപാട് ഉയരത്തിൽ കെട്ടിപ്പടുക്കുന്നു. അവിടെ തന്നെ വന്നു ഒന്നാമത്തെ ഹറാമ്. ഒരു ഖബറും എത്ര മഹാന്റതാണെങ്കിലും ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ല. നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, അതേ മദീനയിലുള്ള ഒരേ റൂമിലല്ലേ 3 ഖബറുകളും ഉള്ളത്. അത് കണ്ട മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, ഒരു ചാണിലപ്പുറം ആ ഖബറുകളൊന്നും ഉയർത്തപ്പെട്ടതായി ഞങ്ങൾ കണ്ടിട്ടില്ല. അവരെക്കാൾ ഒരു മഹാന്മാർ ഇനി കാസർഗോഡ് ഉണ്ടാവോ? കേരളത്തിലുണ്ടാകുമോ? ഇന്ത്യയിലുണ്ടാകുമോ? ഇന്ത്യക്ക് പുറത്തുണ്ടാകുമോ? ഇല്ല. ആ മഹാന്മാരുടെയൊക്കെ ഖബർ അത്രയല്ലേ ഉയരമുള്ളൂ. അതിലപ്പുറം ഒരു ഖബർ ഉയർത്തുന്നത് തോന്നിവാസമാണ്, ഹറാമാണ്, ഇസ്ലാം വിലക്കിയതാണ്. ഭരണാധികാരികൾക്ക് അധികാരമുണ്ടെങ്കിൽ പൊളിച്ചു നീക്കണമെന്ന് കൽപ്പനയുള്ള നിയമമാണ്.
അപ്പോൾ ഖബർ സിയാറത്ത് എന്ന ഓമന പേരിട്ട് മഖാമും ദർഗയും ഉറൂസും ഒക്കെ സംഘടിപ്പിക്കുന്ന ജാറങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളതാ ഖബർ കെട്ടിപ്പടുക്കുന്നു. എന്നിട്ട് സിയാറത്തിനെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് എന്താ പണി? അതിന്മേൽ തുണി മൂടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഖബറിന്റെ പുറത്താണ് തുണി മൂടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അതേ, ഇനിയും ചിന്തിച്ചോ. സിയാറത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? ആ ഖബർ തൊട്ടുമുത്തുന്നു, ഖബറിന്മേൽ ചുംബിക്കുന്നു, സുജൂദിന്റെ കോലത്തിൽ നെറ്റിവെച്ച് കിടക്കുന്നു. പല സ്ഥലങ്ങളിലും ആ ഖബറിന്റെ ചുറ്റുമതാ തവാഫ് ചെയ്യുന്നു. അവിടെ അവരിൽ നിന്ന് ആഗ്രഹങ്ങൾ നേടിക്കിട്ട എന്ന ഉദ്ദേശത്തോടുകൂടി വിളക്ക് കൊളുത്തുന്നു. അവിടെയുള്ള കൊടിയെടുത്ത് തലയിൽ വെക്കുന്നു. അവിടെ അതാ കിടന്നുകൊണ്ട് കരയുന്നു. മുസ്ലിമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ആരാണ് ഈ നിലക്കൊരു സിയാറത്ത് പഠിപ്പിച്ചു തന്നത്? ഇതാ മുജാഹിദുകൾ പറയുന്നത്. ഈ നിലക്കൊരു സിയാറത്തില്ല. മറിച്ചെന്ത് വേണം? നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കൾ നമ്മുടെ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ടും അല്ലാതെയും ഒക്കെ ദുആ ചെയ്യണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്റെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന കാലത്തും നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ അരുമ സന്താനങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകണം. അതാണ് ശരിയായ സിയാറത്ത്, അതാണ് ശരിയായ പ്രാർത്ഥന. മറിച്ച് ഖബറാളിയോട് പ്രാർത്ഥിക്കുന്ന, ഖബറാളിയോട് സങ്കടം പറയുന്ന, എന്റെ രോഗം മാറ്റി തരണേ, എനിക്ക് സന്താനത്തെ തരണേ, എന്റെ വിസ ശരിയാക്കി തരണേ, എനിക്ക് പെൺകുഞ്ഞിനെ തരണേ, എനിക്ക് ആൺകുഞ്ഞിനെ തരണേ എന്നിങ്ങനെ അവരോട് പോയി കാര്യസാധ്യത്തിന് വേണ്ടി അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സിയാറത്ത് ഇസ്ലാമിലെ സിയാറത്തല്ല, അത് ശിർക്കൻ സിയാറത്താണ്. ഇതാ മുജാഹിദുകൾ പറയുന്നത്. ഇതിലാർക്കാ തർക്കം? ആരാ സിറാത്തുൽ മുസ്തഖീമിലുള്ളത്? ആരാണ് സിറാത്തുൽ മുസ്തഖീമിലുള്ളത്? ലോകത്തേതെങ്കിലും ഒരു പടപ്പിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ വകുപ്പുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് തേടേണ്ടത് നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടായിരുന്നില്ലേ? ആ നബി തങ്ങളുടെ കാര്യത്തിൽ പോലും അല്ലാഹ് എന്താ നമ്മോട് പറഞ്ഞത്? നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോ നിങ്ങൾ നബി തങ്ങളോട് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? മറിച്ച് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോ, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചോ. ആർക്ക് വേണ്ടി? റസൂലുള്ളാഹിക്ക് വേണ്ടി. അതാണ് സ്വലാത്ത്. നമ്മൾ അള്ളാന്റെ റസൂലിനോടാണോ ചോദിക്കുന്നത്? അല്ല, വിധങ്ങൾക്ക് വേണ്ടി അള്ളാനോടാ ചോദിക്കുന്നത്. എന്താ സ്വലാത്തിന്റെ അർത്ഥം? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നീ ഗുണം ചെയ്യണേ. അള്ളാഹുവിനോട് നബിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നാം കൽപ്പിക്കപ്പെട്ടത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടു. അതെങ്ങനെയാണ്? ആ സ്വലാത്തിന്റെ പേരിൽ പോലും ഇന്ന് ചൂഷണമാണ് നടക്കുന്നത്. സ്വലാത്ത് ചൊല്ലുന്നു ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് തേടുകയാണ്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു, അതുകൊണ്ട് അതിരിക്കിനി ഖുദ് ബിയദി, എന്റെ കൈ പിടിക്കണേ, എന്നെ സഹായിക്കണേ എന്നതാ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് എന്ന പേരിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് മാത്രല്ല, എന്തൊക്കെ അതിന്റെ പേരിൽ ചൂഷണങ്ങൾ, പുതിയ പുതിയ പരിപാടികൾ നടക്കുകയാണ്. അതേ, കോടിക്കണക്കിന് സ്വലാത്തുകൾ മുസ്ലിയാക്കന്മാര് ശേഖരിച്ച് കയറ്റി അയക്കുന്നു പോലും. എന്തൊരു കഷ്ടാണ്. മുസ്ലിയാക്കന്മാരുടെ പുതിയ പരിപാടി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പുതിയ പരിപാടി എന്താ? ഒരു നോട്ടീസ്, 1 കോടി സ്വലാത്ത്, 10 കോടി സ്വലാത്ത് ശേഖരിക്കുന്നു. എന്താ പരിപാടി? ആളുകളോടൊക്കെ മുസ്ലിയാക്കന്മാര് പറയുന്നു, നിങ്ങൾ ആലിയ സ്വലാത്ത് ചൊല്ലണം.
അങ്ങനെ ഒരു സ്വലാത്ത് തന്നെ ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹായം തേടുന്ന അർത്ഥത്തിലും ആശയത്തിലും തകരാറുള്ള ഒരൊറ്റ സ്വലാത്തും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ആ നിലക്കുള്ള സ്വലാത്ത് അവര് ചൊല്ലുന്നു എന്ന് മാത്രമല്ല, ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ എണ്ണം ഒക്കെ കൂടി കൂട്ടിയിട്ട് നിങ്ങൾ അതേ ഇന്ന സഖാഫിയുടെ പേരിൽ അല്ലെങ്കിൽ ഇന്ന മുസ്ലിയാരുടെ ഫോണിലേക്ക് SMS അയച്ചു തരണം. എന്താ പുതിയ പരിപാടിയാ? അങ്ങനെ ഓരോരുത്തർ സ്വലാത്ത് ചൊല്ലുന്നു. ഞാൻ 3000 ചൊല്ലി, ഞാൻ 4000 ചൊല്ലി, 510 ചൊല്ലി, 610 ചൊല്ലി എന്നൊക്കെ ഇങ്ങനെ 10 കോടിയോ 1 കോടിയോ ഒക്കെ തികഞ്ഞാൽ SMS-ലൂടെ ആണും പെണ്ണുമൊക്കെ SMS അയക്കുകയാണ്. ഉസ്താദേ, ഞാൻ ഇത്ര ചൊല്ലിയിട്ടുണ്ട്, ഞാൻ ഇത്ര ചൊല്ലിയിട്ടുണ്ട്. എന്നിട്ടോ ഇതാണ് മദീനത്തേക്ക് എത്തിക്കിട്ടണ്ടേ, ഇതൊന്നും അങ്ങോട്ട് എത്തണ്ടേ? അതിനെന്താ? ഇയാളുടെ കയ്യൊപ്പ് വേണം. അതുകൊണ്ട് മുസ്ലിയാർ എന്ത് ചെയ്യും? ഇവിടെ ആളുകളിൽ നിന്നെല്ലാം ഒരുമിച്ച് കൂട്ടിയ സ്വലാത്ത് മുസ്ലിയാരതാ മദീനയിലേക്ക് പാർസലയക്കുന്നു. എടോ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് എത്തിക്കാൻ ഒരൊറ്റ മുസ്ലിയാരുടെയും ഔദാര്യം ആവശ്യമില്ല. അത് അല്ലാഹ് ഏറ്റെടുത്തു കഴിഞ്ഞ കാര്യമാണ്. നബി തങ്ങൾക്ക് ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ അവിടെ എത്തിക്കാൻ അല്ലാഹ് തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പുത്തൻ ഏർപ്പാട് SMS സ്വലാത്ത് വേണ്ട, കൊരിയർ സ്വലാത്ത് വേണ്ട. അതുകൊണ്ട് മുസ്ലിമേ, ഇതൊക്കെയും സലാത്തിന്റെ പേരിൽ പലതും നേടാനുള്ള ചൂഷണങ്ങളാണ്. അതുപോലെ തന്നെ 100 രൂപ അടച്ച് റെസിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതാ സർട്ടിഫിക്കറ്റ് തരുന്നു. സലാത്ത് സർട്ടിഫിക്കറ്റ് വീടുകളിൽ വെച്ച് കഴിഞ്ഞാൽ 1 കൊല്ലത്തേക്ക് വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ്. എല്ലാ ബർക്കത്തുകളും ആ വീട്ടിലിറങ്ങാൻ ഒരു സർട്ടിഫിക്കറ്റ് മതി എന്ന ചൂഷണവും പലയിടത്തും കാണുന്നു. അതേ മഹാനായ നബി തങ്ങളുടെ മേലിൽ നാം നിർവഹിക്കേണ്ടുന്ന ഈ പുണ്യകർമ്മത്തെ പോലും പണം വാങ്ങുവാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് മുജാഹിദുകളെ, സലഫികളെ, വിശ്വാസികളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിഷ്പക്ഷരായ ആളുകളെ, നാം ചൊല്ലുന്ന ഓരോ സ്വലാത്തിനും അല്ലാഹു 10 മടങ്ങ് പ്രതിഫലമാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. അത് ഒരാളുടെ മുമ്പിൽ പറയാനുള്ള സ്വലാത്തല്ല. ഞാൻ ഇത്ര ചൊല്ലി എന്ന് പള്ളിയിലെ മൊയ്യാർക്ക് എഴുതി അയക്കേണ്ടുന്ന കാര്യമല്ല. നിങ്ങൾ ചൊല്ലുന്ന ഒന്നുപോലും വിട്ടുപോകാതെ അല്ലാഹു റബ്ബുൽ ആലമീൻ അതതാ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. കിറാമൻ കാത്തിബീൻ, അതേ മാന്യന്മാരായ മലക്കുകൾ എഴുത്തുകാരി എഴുതി വെക്കുന്നുണ്ട്. റബ്ബിന്റെ അടുക്കലുള്ള റിക്കാർഡിൽ നിന്ന് ഒരു സ്വലാത്ത് പോലും മാഞ്ഞു പോകില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി സ്വലാത്ത് ചൊല്ലിക്കോ. അതൊരാളോട് പറയേണ്ടതല്ല. സലാത്തുകൾ ചൊല്ലാത്തവരാ മുജാഹിദുകൾ എന്നാണ് പ്രചരണം. മുജാഹിദിന് സലാത്തില്ല. എന്താ കാരണം? നമുക്ക് സലാത്ത് നഗറില്ല, നമുക്ക് സലാത്തിന്റെ പേരിൽ ചൂഷണമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് സലാത്ത് നഗറുകളുണ്ടോ? ഇങ്ങനെയുള്ള സലാത്ത് ചൊല്ലിയിട്ട് ഒരാളെ തെറ്റിച്ച് അയാൾ പാർസലയക്കലുണ്ടോ? സഹാബിമാർക്ക് ആ പരിപാടിയുണ്ടോ? ഇതൊക്കെ എതിർത്താ പറയും, കണ്ടോ സലാത്തിനെതിരാണ്. നമ്മൾ സലാത്ത് ചൊല്ലുന്നവരല്ലേ? അതേ പ്രിയപ്പെട്ട മുസ്ലിമേ, പള്ളിയിലേക്ക് കയറുമ്പോ നമ്മൾ സലാത്ത് ചൊല്ലണ്ടേ? ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക. കയറുമ്പോഴും സലാത്ത്, ഇറങ്ങുമ്പോഴോ ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നയാൾ പറയുന്നത് പോലെയൊക്കെ നമ്മളും കേട്ടിട്ട് പറയുന്നു. അത് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ നാം സ്വലാത്ത് ചൊല്ലുന്നു. ശേഷമതാ ബാങ്കിന്റെ ശേഷമുള്ള ദുആ ഇരക്കുന്നു. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫദീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്ത. ഇങ്ങനെ ഒരാൾ എനിക്ക് വേണ്ടി റബ്ബിനോട് ചോദിച്ചാൽ നാളെ പരലോകത്ത് എന്റെ ശുപാർശ അവന് കരസ്ഥമാകുന്നതാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പൊ പരലോകത്ത് മുത്തുനബി നമുക്ക് വേണ്ടി ശുപാർശ പറയണമെങ്കിൽ എന്താ വേണ്ടത്?
ബാങ്ക് കേട്ടാ അതുപോലെ പറയണം. നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. ഈ പറയപ്പെട്ട ദുആ ചൊല്ലണം. അള്ളാന്റെ റസൂലിന്റെ ശഫാഅത്ത് നാളെ പരലോകത്ത് കിട്ടണമെങ്കിൽ അള്ളാഹ് അതിന് അനുവാദം കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞാനും നിങ്ങളുമൊക്കെ പെടണ്ടേ? നബിയേ, അങ്ങ് ഞങ്ങൾക്ക് ശുപാർശ തരണേന്ന് ഇന്ന് മുത്തുനബിയോട് തേടാൻ നമുക്ക് വകുപ്പുണ്ടോ? ഇല്ലല്ലോ. മൗലീദ് എന്ന് പറയുന്ന പുസ്തകങ്ങളിൽ നേരെ മറിച്ചല്ലേ കാണുന്നത്. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇൻ ضاع يا سيدي خير النبي